ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് 12 പേരുടെ നിയോഗം അയച്ചിട്ടുണ്ട്. അവരുടെ നിയോഗത്തോടൊപ്പം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എബിൻ്റെ മറവി മാറിക്കിട്ടുന്നതിന് വേണ്ടി, അനീഷിന് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി, ഫിലോമിനയുടെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹ ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടി, വീട്ടിലേക്ക് വഴി കിട്ടുന്നതിന് വേണ്ടി സിബി സമർപ്പിച്ചിരിക്കുന്നു. സെബാസ്റ്റ്യൻ്റെ വിദേശത്തെ ജോലിക്ക് വേണ്ടിയുള്ള സാധ്യതകൾ തെളിയുന്നതിന് വേണ്ടി, മഞ്ജുവിൻ്റെ ജോലി തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി, നോയൽ ഫ്രാൻസിസിൻ്റെ ഇപ്പോഴത്തെ ജോലിയിൽ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി, ജെയിംസ് സുവിശേഷ വേലയ്ക്കുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി, ലിജുവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി, അയനയ്ക്ക് പഠിക്കാൻ കൃപ ലഭിക്കുന്നതിന് വേണ്ടി, കുഞ്ഞുമോളും കുടുംബത്തിനും എല്ലാ സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകുന്നതിന് വേണ്ടി, ഈ 12 പേരുടെ നിയോഗത്തെയാണ് നമ്മൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അവരുടെ ഒപ്പം നിങ്ങളുടെ നിയോഗം കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളും ഒരുമിച്ച് ചൊല്ലണം കേട്ടോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം റോമാലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. വചനം പറയാണ്, കഷ്ടത സഹനശീലമാണ്. ഒരു കഷ്ടപ്പാട് വരുമ്പോൾ അത് സഹിക്കാനുള്ളൊരു കൃപയാണ് ഈശോ ആദ്യം തരുന്നത് അല്ലേ. ഒരു രോഗം വന്നാൽ ആ രോഗം മാറുന്നതിന് മുമ്പ് രോഗം സഹിക്കാനുള്ളൊരു കൃപ ഈശോ തരുന്ന പോലെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഈശോയോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ലേ വചനം പഠിപ്പിക്കുന്നത്. ഈ നിമിഷം ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടതകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പീഡകളും എല്ലാം മാറിപ്പോട്ടെ. ഇപ്പോൾ നിയോഗം കണ്ട് പ്രാർത്ഥിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ ടോക്ക് കണ്ട് നിയോഗം സമർപ്പിക്കുന്നവരെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, യേശുവിൻ്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.